ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ബ്ലോഗിനെ എങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷൻ ആക്കാമെന്നുള്ളതാണ്. ഒരു ഡെമോ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ബ്ലോഗ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആക്കിയിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് Appcreator24 എന്നുള്ളതാണ്. ആദ്യം ഗൂഗിൾ എടുത്ത് Appcreator24 എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ സെർച്ചിൽ ആദ്യം വരുന്ന വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യാം. ഇതിൽ അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് സെൻഡ് ചെയ്ത് നമ്മുടെ മെയിലിലോട്ട് കൺഫർമേഷൻ വരും. അതൊക്കെ ചെയ്ത് നമ്മുടെ സൈൻ അപ്പ് പ്രോസസ്സ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സൈൻ ഇൻ ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരാം. നിങ്ങൾക്കിവിടെ കാണാം ഞാനുണ്ടാക്കിയിരിക്കുന്ന ആപ്ലിക്കേഷൻ. അത് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ക്രിയേറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്പിൻ്റെ പേര് കൊടുക്കുക. അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഐക്കൺ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി തന്നെ ആപ്ലിക്കേഷൻ ഐക്കണും സ്പ്ലാഷ് സ്ക്രീനിൻ്റെ ഇമേജൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം. ആപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈല് തിരഞ്ഞെടുക്കാം. നെക്സ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് ആപ്പ് വീണ്ടും എടുത്തിട്ട് അപ്പോൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ജനറൽ ഇൻഫോ നെയിം ആൻഡ് ഐക്കൺ കൊടുക്കുക. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. വെബ് ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കുക. ഞങ്ങളുടെ ഹോം എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ബ്ലോഗിൻ്റെ URL കൊടുക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ എൻ്റെ ഈ ബ്ലോഗ് എടുക്കാൻ പോവാം. ബ്ലോഗ് എടുത്ത് വ്യൂ ബ്ലോഗ് കൊടുത്തു. ഇതായിരിക്കും
URL വരിക, അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സേവ് അടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്ക് അടിച്ച് വീണ്ടും ക്രിയേറ്റ് സെക്ഷൻ എടുക്കുക, അതിൽ HTML എടുക്കുക, നെക്സ്റ്റ് അടിക്കുക, ടൈറ്റിൽ പ്രൈവസി പോളിസി അടിക്കുക. ഇവിടെ നമ്മുടെ എന്തെങ്കിലും പ്രൈവസി പോളിസി നമുക്ക് എന്താണ് വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. അഡ്വാൻസ്ഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഐക്കൺ കൊടുക്കാം. ചൂസ് ഫ്രം ഗാലറി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഐക്കൺസ് വരും. അതിലേതെങ്കിലും ഒരു ഐക്കൺ നമ്മൾ തിരഞ്ഞെടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇരിക്കുന്നത് നോക്കാം. ഇതുവരെ ആപ്ലിക്കേഷൻ റെഡി ആയിട്ടില്ല, അതൊരു 2-3 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ തരും. ഓക്കെ, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ നമുക്കിവിടെ കാണാം, ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സെറ്റിങ്സ് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. ഓപ്പൺ അടിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് വന്നത്. ഹോമും പ്രൈവസി പോളിസിയൊക്കെ ഇങ്ങനെയായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് എഡിറ്റ് ചെയ്യാണ്ട് വീണ്ടും വെബ്സൈറ്റിൽ പോയിട്ട് ഡിസൈനിൽ പോവുക. അവിടെ നിന്ന് മെനു ടൈപ്പ് എടുക്കുക, സ്ലൈഡിങ് നോക്കുക, ചൂസ് ഫയൽ എടുക്കുക. നേരത്തെ ഇതുപോലെ തന്നെ നമ്മളൊരു ഐക്കൺ എടുത്ത് സേവ് അടിച്ചു. ഓക്കെ, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്താൽ മതി. ഇനി നമ്മൾ രണ്ടാമത് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സ്ലൈഡ് മെനു എടുത്തു. ഓക്കെ, നമ്മുടെ പ്രൈവസി എടുത്തു. ഓക്കെ, നമ്മളൊന്നും എഴുതിയിട്ടില്ല പ്രൈവസി പോളിസിയിൽ, അതാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. വളരെ ഈസിയായി മൊബൈലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം, യാതൊരു കോഡിങ്ങിൻ്റെ ആവശ്യമില്ല. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അത് നമുക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാം.